ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 16 വ്യാഴാഴ്ചയാണ്. US മാർക്കറ്റിലേക്ക് വന്നാൽ US-ലെ 3 മാർക്കറ്റുകളും ഇന്നലെ നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തത്. S&P 500ഉം നാസ്ഡാക്കും പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. കൂടാതെ ഇന്ന് ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം നല്ല പോസിറ്റിവിറ്റിയിൽ തന്നെയാണുള്ളത്. മാത്രമല്ല ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഒരു 90 മുതൽ 100 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ന് മുതൽ ക്രൂഡ് പെട്രോളിയം വിൻഫോൾ 5700 ടണ്ണായി ഇന്ത്യ കുറച്ചു. ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റ ഇന്നലെ പുറത്തു വന്നിരുന്നു. 4 മാസത്തെ ഉയർന്ന നിലയിലേക്കാണ് വർദ്ധിച്ചത്. ഏതായാലും ഇന്ന് മാർക്കറ്റുമായി റിലേറ്റ് ചെയ്ത ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. കമന്റ് രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്. ഇപ്പോൾ തന്നെ കമന്റ് രേഖപ്പെടുത്തുക. ആദ്യത്തെ വാർത്ത, ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റ പുറത്തു വന്നിരുന്നു. ഇന്ത്യയുടെ ചരക്ക് വ്യാപാര കമ്മി ഏപ്രിലിൽ $19.1 ബില്യൺ വർദ്ധിച്ചു. മാർച്ച് മാസത്തിൽ അത് $15.6 ബില്യൺ ആയിരുന്നു. കയറ്റുമതിയിലേക്ക് വന്നാൽ 2024 ഏപ്രിലിൽ 1.06% വർദ്ധിച്ചത്. $34.99 ബില്യൺ ഇപ്പോൾ കയറ്റുമതിയുള്ളത്. സ്വർണ്ണ ഇറക്കുമതിയിൽ മാർച്ചിൽ $1.53 ബില്യൺ നിന്ന് ഏപ്രിലിൽ $3.11 ബില്യൺ ആയി. എണ്ണ ഇറക്കുമതി മാർച്ചിലെ $17.23 ബില്യൺ നിന്ന് ഏപ്രിലിൽ $16.46 ബില്യൺ ആയി കുറഞ്ഞു. ഈ ഒരു റിപ്പോർട്ട് ആകെ മൊത്തം പരിശോധിച്ചു കഴിഞ്ഞാൽ കയറ്റുമതിയും സേവന വ്യാപാരവും വളർച്ച രേഖപ്പെടുത്തി. അത് പോസിറ്റീവായി തന്നെ കാണാം. നെഗറ്റീവായ ഫാക്ടറുകൾ നോക്കുകയാണെങ്കിൽ വ്യാപാര കമ്മി ഗണ്യമായി വർദ്ധിച്ചു. പ്രധാനമായും ഇറക്കുമതിയിലെ കുത്തനെയുള്ള വർധനമാണ് ഇതിന് കാരണം. മറ്റൊരു വാർത്തയുള്ളത്, ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളിലൊന്നായ ബ്ലാക്ക് റോക്ക് ഇന്ത്യയിൽ ബുള്ളിഷ് ആണെന്ന് അറിയിച്ചിരിക്കുന്നു. ഗവൺമെന്റ് ബോണ്ട് ETF-കളിൽ ഷെയർ വർദ്ധിപ്പിക്കാൻ അവർ ഒരുങ്ങുകയാണ്. പുതിയ ETF-കൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ സർക്കാർ ബോണ്ടുകളിൽ പുതിയ നിക്ഷേപം നടത്താനാണ് ബ്ലാക്ക് റോക്ക് ഉദ്ദേശിക്കുന്നത്. ഈ ബോണ്ടുകൾക്ക് വിദേശ നിക്ഷേപകർക്ക് പരിധികളില്ല. ജൂൺ മുതൽ JP മോർഗന്റെ വളർന്നു വരുന്ന മാർക്കറ്റ് ഡെപ്റ്റ് സൂചികയുടെ ഭാഗമായിരിക്കും ഈ ബോണ്ടുകൾ. ഏതായാലും ഇന്നലത്തെ MSCI ഇൻക്ലൂഷൻ വാർത്തകളും അതുപോലെ ഇന്നത്തെ ബ്ലാക്ക് റോക്കിന്റെ ഇൻവെസ്റ്റ്മെന്റും ഒക്കെ നമുക്ക് വളരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. ഇനി ഇന്നലെ മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്ന റിസൾട്ടുകളിലേക്കാണ്. ആദ്യം മാൻകൈൻഡ് ഫാർമ നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 477 കോടി രൂപയാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവുമായി കമ്പയർ ചെയ്യുമ്പോൾ 62% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. മറ്റൊരു കമ്പനി അവന്ത് ഷുഗർ ആൻഡ് എനർജിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 30.09% ഇടിവാണ് വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 26.76% ഇടിവും വന്നിരിക്കുന്നു. ഒരു മോശം റിസൾട്ട് തന്നെയാണ് കമ്പനിയെ സംബന്ധിച്ച് പുറത്തു വന്നത്. അടുത്തത് ബർജർ പെയിൻസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 20% വർധനമാണ് വന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റായി ഇപ്പോൾ ഉള്ളത് 222.62 കോടി രൂപയാണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആയി വന്നിരിക്കുന്നത് 11,198.9 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 6% വർധനവാണ് റവന്യൂവിൽ വന്നിരിക്കുന്നത്. കൂടാതെ 3.5 രൂപയാണ് കമ്പനി ഡിവിഡൻഡായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി ടിറ്റാഗ്ര റെയിലായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 63.7% വർധനവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 8% വർധനമാണ് വന്നിരിക്കുന്നത്. 1052.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റ 25.7% വർധനവും രേഖപ്പെടുത്തി. ഇനി TCSനെ സംബന്ധിച്ചൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആണ്. 28 രൂപയാണ് അവർ ഡിവിഡൻഡായി പ്രഖ്യാപിച്ചിരുന്നത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ M&M, HAL, ഗെയിൽ, ഇൻഫോ എഡ്ജ്, വോഡാഫോൺ ഐഡിയ, ബയോകോൺ എന്നീ കമ്പനികളാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബയോകോൺ, ഗ്രാനുൾസ് ഇന്ത്യ, ഇന്ത്യ സിമെന്റ്, LIC ഹൗസിംഗ് ഫിനാൻസ്, ബൽറാംപൂർ ചിനി മിൽസ്, ബിർള സോഫ്റ്റ്, GMR എയർപോർട്ട് ആൻഡ് ഇൻഫ്ര, ഹിന്ദുസ്ഥാൻ കോപ്പർ, വോഡാഫോൺ ഐഡിയ, പിരാമൽ എന്റർപ്രൈസസ്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ഹൈലൈറ്റ് ആയ സെഷൻ രാവിലെ 10 മണി മുതൽ 3:30 വരെയുള്ള നമ്മുടെ ലൈവ് സെഷൻ തന്നെയാണ്. ആരും മിസ്സാക്കാതിരിക്കുക. ഒത്തിരിയേറെ എഫേർട്ട് എടുക്കുന്ന ഒരു സെഷൻ തന്നെയാണ്. കൃത്യമായി തന്നെ നമ്മുടെ ലാഭനഷ്ടങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് തരുന്ന ഒരു സെഷനാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമാവാൻ സാധ്യതയുള്ള ക്ലാസ്സുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈവ് സെഷൻ മിസ്സാക്കാതിരിക്കുക. ഇനി ലൈവ് സെഷൻ കാണാൻ കഴിയാത്തവർക്കായിട്ട് ഇവിടെ മുകളിൽ ഒരു വാട്സപ്പ് നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും ഞങ്ങൾ അവിടെ കൊടുക്കുന്നതാണ്. ഇനി നമ്മുടെ വളരെ ഇൻഫർമേറ്റീവായ തമിഴ് ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ തമിഴ് സുഹൃത്തുക്കൾക്കൊക്കെ ആ ചാനൽ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. അടുത്ത സെഗ്മെന്റിലേക്ക്. 3 ദിവസത്തെ നേട്ടത്തിന് ശേഷം നിഫ്റ്റി ഇന്നലെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 22,200 എന്ന ക്രൂഷ്യൽ ലെവലിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്.
ഇന്നലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ 22,300 ഒരു ക്രൂഷ്യൽ ലെവലാണ് എന്ന് പറഞ്ഞിരുന്നു. കൃത്യമായി തന്നെ ആ ലെവലിൽ എത്തിയതിന് ശേഷം അവിടെ തന്നെയാണ് 20-ഡേ EMA ഉള്ളതും. ആ ലെവലിൽ എത്തിയതിന് ശേഷം നിഫ്റ്റി തിരിച്ച് റിവേഴ്സ് ചെയ്യുകയായിരുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ലെവലുകൾ ഒന്ന് പറയാം. 22,265 മുതൽ 22,270 വരെയുള്ള ഒരു സോൺ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. കാരണം 40-ഡേ EMAയും 100 ഹവർ EMA ഉള്ളത് ആ ലെവലിലാണ്. നിഫ്റ്റി ഇന്നലെ 22,220 50-ഡേ EMAക്ക് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് അപ്സൈഡിൽ ആ ഒരു ലെവൽ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു ലെവലാണ്. ഏതായാലും ഹയർ ലെവലിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഇന്നലെ കാണാമായിരുന്നു. ഇപ്പോഴും നിഫ്റ്റി ട്രെൻഡ് ലൈനിനുള്ളിൽ തന്നെയാണ് എന്നത് പ്രതീക്ഷ നൽകുന്നു. ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു പോസിറ്റീവ് ക്രോസ് ഓവറിൽ തന്നെയാണുള്ളത്. അതും പോസിറ്റീവായി തന്നെ കാണാം. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 22,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക്. അതിനുശേഷം 22,300 അതിനുശേഷം 22,200 പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്ന സ്ട്രൈക്ക് 22,000 അതിനുശേഷം 22,200 അതിനുശേഷം 21,800 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,300 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,000 ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 22,200 സ്ട്രൈക്കിൽ 67% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. എന്നാൽ നേരിയ ഒരു മുൻതൂക്കം കോൾ സൈഡിൽ കാണാം. 73% വർധനമാണ് കാണുന്നത്. അടുത്തത് 22,150 സ്ട്രൈക്കിൽ 79% വർധനവ് പുട്ട് സൈഡിലുണ്ട്. ലോങ് ബിൽഡപ്പ് തന്നെയാണ് ഈ പറഞ്ഞ രണ്ട് സ്ട്രൈക്കുകളിലും. ഇനി കോൾ സൈഡിൽ 42% വർധനവ്. രണ്ട് സ്ട്രൈക്കുകളിലും ഇപ്പോൾ പറഞ്ഞ കോൾ സൈഡിലെ രണ്ടിലും ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ്. അടുത്തത് 22,250 സ്ട്രൈക്കിൽ 16% ഇടിവ് കാണാം. ലോങ് അൺവൈൻഡിംഗ് ആണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. എന്നാൽ കോൾ സൈഡിൽ 67% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലും കാണാം. ഈ മൂന്ന് സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് കുറച്ച് കൂടുതൽ പുട്ട് സൈഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ സ്ട്രോങ് ആയി നിൽക്കുന്നു എന്ന് കാണാം. അടുത്തത് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ്. ചെറിയ അപ്പർ ലോവർ ഷാഡോവോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഒരു ഹൈ വേവ് ടൈപ്പ് ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,687 172 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. 48,000 ഒരു പ്രധാനപ്പെട്ട ലെവൽ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി ഇന്നലെയും തെളിയിച്ചു. അപ്സൈഡിൽ 48,000 മുതൽ 48,120 വരെയുള്ളത് അപ്സൈഡിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 48,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 49,000 അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 48,000 തന്നെയാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 47,000 സ്ട്രൈക്കിലും അതിനുശേഷം 46,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 47,000 ഇന്ത്യ വിക്സിലേക്ക് വീണ്ടും ഇന്ത്യ വിക്സ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. 20 എന്ന മാർക്കിൽ തന്നെയാണ് ഇന്ത്യ വിക്സ് ഉള്ളത്. 20.27 1.38% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ഇന്നലെ നിരവധി സ്റ്റോക്കുകളാണ് സ്വിംഗ് സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. എല്ലാ സ്റ്റോക്കുകളിലേക്കും വരാം. ആദ്യം ഇൻട്രാഡേയിൽ സൂപ്പർ ഹിറ്റായി മാറിയ ഒരു സ്റ്റോക്കിലേക്കാണ്. ഹോണ്ട പവർ മെയ് 15 ഇന്നലെ ഇൻട്രാഡേയിൽ 2,596 എൻട്രി എടുക്കുന്നത്. 2,896 വരെ അപ്പായി 10.3% നമുക്ക് ഇൻട്രാഡേയിൽ മാത്രം പ്രോഫിറ്റായി ലഭിച്ചു. ഒരു ബമ്പർ സ്റ്റോക്ക് തന്നെയായിരുന്നു അത്. അടുത്തത് ശാരദ ക്രോപ്പ് ആയിരുന്നു. മെയ് 13 391 എൻട്രി എടുത്തു. 419 വരെ അപ്പായി 6.6% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. മെയ് 14 296 എൻട്രി എടുത്തു. 327.7 വരെയാണ് അപ്പായത്. 9.6% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ലിൻഡെ ഇന്ത്യ. മെയ് 14 859 എൻട്രി എടുത്ത് 9,028 വരെ അപ്പായി 10% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. ഈ പറഞ്ഞ ഫിനോലെക്സ് ഇൻഡസ്ട്രീസും ലിൻഡെ ഇന്ത്യയും നമുക്ക് 2 ദിവസം കൊണ്ടാണ് ഏകദേശം 10% ലാഭം തന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു സ്റ്റോക്ക് റെസ്റ്റോറൻറ്റ് ബ്രാൻഡ്സ് ഏഷ്യ RBA. മെയ് 10 102 എൻട്രി എടുക്കുന്നത്. 105 വരെ അപ്പായി ഏകദേശം 3% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് TVS മോട്ടോഴ്സ് ആയിരുന്നു. ഏപ്രിൽ 8 2,100 എൻട്രി എടുത്തു. 2,150 വരെ അപ്പായി 2.3% പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് വരോക്ക് എഞ്ചിനീയറിംഗ് ആയിരുന്നു. മെയ് 13 510 നിന്നും 551 വരെയാണ് അപ്പായത്. 7.4% നമുക്ക് 2 ദിവസം കൊണ്ട് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു കമ്പനി ഹണിവെൽ ഓട്ടോമേഷൻ ആയിരുന്നു. ഹോനറ്റ് മെയ് 10
45,865 എൻട്രി എടുക്കുന്നത്. 50,101 വരെ അപ്പായി 8.4% പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് വി ഗാർഡ് ആയിരുന്നു. മെയ് 6-നും മെയ് 11-നുമാണ് എൻട്രി എടുക്കുന്നത്. 351 നിന്നും 378 വരെയാണ് അപ്പായത്. 7% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. F&O സെഗ്മെന്റിൽ കോൾ ഇന്ത്യ 450 CE ജൂൺ എക്സ്പയറി ആയിരുന്നു പറഞ്ഞത്. 18 നമ്മൾ എൻട്രി എടുക്കുന്ന പ്രൈസ്. പിന്നീട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 24.25 വരെയാണ് എത്തിയത്. നമ്മുടെ ടാർഗറ്റിന് തൊട്ടരികെ വരെ എത്തി. നല്ല പ്രോഫിറ്റാണ് നമുക്ക് കോൾ ഇന്ത്യയിൽ ലഭിച്ചത്. ഒരുപാട് സ്റ്റോക്കുകളാണ് ഇൻട്രാഡേയിൽ തന്നെ നല്ല പ്രോഫിറ്റിലേക്ക് വരുന്നതും അതുപോലെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതുമായ സ്റ്റോക്കുകളുള്ളത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ FIDA ആക്ടിവിറ്റിയാണ്. FIS 2,832 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്ത്. DIS ആവട്ടെ 3,788 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്നലെ സെല്ലിംഗ് പരിശോധിച്ചു കഴിഞ്ഞാൽ FISന്റെ ഭാഗത്തു നിന്നും ചെറിയൊരു കുറവുണ്ടായിട്ടുണ്ട്. US മാർക്കറ്റിലേക്ക് കൺസ്യൂമർ ഇൻഫ്ലേഷൻ പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ വർധന രേഖപ്പെടുത്തിയതോടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രതീക്ഷകൾക്ക് കരുത്തേകിയതിനെ തുടർന്ന് വാൾസ്ട്രീറ്റിൽ 3 ഇൻഡെക്സുകളും ഇന്നലെ റെക്കോർഡ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത്. നാസ്ഡാക്ക് 1.40% ഉയർന്നത്. S&P 500 1.17%, ഡൗ ജോൺസ് 0.88% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. അടുത്തത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയിലേക്കാണ്. മന്ത് ഓൺ മന്തിൽ 0.3% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഡൗ ജോൺസ് എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നത് 0.4% ആയിരുന്നു. കൺസ്യൂമർ പ്രൈസ് ഒരു വർഷം മുൻപുള്ളതിനേക്കാൾ 3.4% വർദ്ധിച്ചു. ഇനി ഈ ഡാറ്റയിലേക്ക് വന്നാൽ 3 മാസത്തെ ഉയർന്ന സംഖ്യകൾക്ക് ശേഷം പണപ്പെരുപ്പം കുറയുന്നു എന്ന ശുഭാപ്തി വിശ്വാസം ഉയർത്തി. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒരു ഡിസംബർ മാസങ്ങളിൽ ഫെഡ് ഒരു റേറ്റ് കട്ടിലേക്ക് പോകും എന്ന പ്രതീക്ഷകളാണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. ഇന്നലെ S&P 500-ൽ വലിയ കോൺട്രിബ്യൂട്ടർ ആയത് മെഗാ ക്യാപ് സ്റ്റോക്കുകളിൽ Nvidia ആയിരുന്നു. 3.6% ഉയർന്നത്. മൈക്രോസോഫ്റ്റ് 1.7% ഉയർന്നു. ആപ്പിൾ 1.2% ഉയർച്ചയും രേഖപ്പെടുത്തി. റിസൾട്ടുകളിലേക്ക് വന്നാൽ ഇന്ന് പുറത്തു വരാനിരിക്കുന്നത് വാൾമാർട്ട്, ബൈഡു തുടങ്ങിയവയുടെ റിസൾട്ടാണ്. ഇന്ന് ഇൻവെസ്റ്റേഴ്സ് വെയിറ്റ് ചെയ്യുന്ന ആഴ്ചതോറുമുള്ള ജോബ്ലെസ് ക്ലെയിംസും ഇന്ന് പുറത്തു വരും. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ഇൻഫോസിസ് 0.62% ഉയർന്നത്. വിപ്രോ 0.65% ഉയർന്നു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്കാണ് വലിയ നേട്ടമുണ്ടാക്കിയത്. 1.08% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.53% ഇടിയുകയാണ് ചെയ്തത്. മേക്ക് മൈ ട്രിപ്പാണ് വലിയ നേട്ടത്തിലേക്ക് പോയത്. 10.83% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.13% നേട്ടത്തിലാണ്. S&P 500 0.14% ഉയർന്നും. നാസ്ഡാക്ക് 0.16% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ. യൂറോപ്യൻ വിപണിയും ഇന്നലെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 0.21% ഉയർന്നു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.82% ഉയർന്നത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.17% ഉയർന്നു. സ്റ്റോക്ക് 600 0.6% ഉയർച്ചയും രേഖപ്പെടുത്തി. യൂട്ടിലിറ്റി സ്റ്റോക്സ് 1.7% അവിടെ ഉയർന്നത് ഇന്നലെ. ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകളാണ് നഷ്ടം രേഖപ്പെടുത്തിയത് 0.9%. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.03% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. CAC 0.08% നേട്ടത്തിലും FTSE 0.23% ഉയർന്നും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ. വാൾസ്ട്രീറ്റ് ബെഞ്ച് മാർക്കുകൾ സോഫ്റ്റ് ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് ശേഷം ഉയർന്നതിനെ തുടർന്ന് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും ഉയർന്നു തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ജപ്പാന്റെ ആദ്യപാദ GDP ഡാറ്റ പുറത്തുവന്നു. GDP വാർഷിക നിരക്കായ 2% ചുരുങ്ങി. റോയിറ്റേഴ്സ് പോൾ ചെയ്തിരുന്ന 1.5%-ത്തേക്കാൾ കൂടുതലാണ്. ഏറ്റവും പുതിയ ഡാറ്റ പലിശ നിരക്ക് ഉയർത്താനുള്ള ബാങ്ക് ഓഫ് ജപ്പാന്റെ പദ്ധതികളെ അപകടത്തിലാക്കിയേക്കും. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 22,385-ലാണ്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഒരു 90 മുതൽ 100 പോയിന്റ്സിന്റെ ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് നമുക്ക് സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് 22,300 റേഞ്ചിലായിരിക്കും. അത് ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ഇന്നലെ നമ്മളത് കണ്ടതാണ്. അത് സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ പോസിറ്റിവിറ്റി തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ജപ്പാൻ മാർക്കറ്റ് ഉള്ളത് 0.94% നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റ് 1.10% നേട്ടത്തിലും. തായ്വാൻ മാർക്കറ്റ് 1.36% നേട്ടത്തിലും. സിംഗപ്പൂർ മാർക്കറ്റ് 0.54% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ. ആഭ്യന്തര സംഭരണം പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഇടിഞ്ഞതിനെ തുടർന്ന് US ക്രൂഡ് ഓയിൽ ബുധനാഴ്ച ഉയർന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $83.23 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.37% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $79.15 പെർ ബാരൽ എന്ന നിലയിൽ 0.66% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ വാർത്തകളും എടുത്തിരിക്കുന്നത് മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്,
ബിസിനസ് ലൈൻ, ബിസിനസ് സ്റ്റാൻഡേർഡ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.